காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை. ஒரு கானம் வருகையில் உள்ளம் கொள்ளை പോകതേ. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. കുറെ ദിവസമായി വലിയൊരു ബ്രേക്ക് വന്നു, ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എല്ലാരും പറയായിരുന്നു കുറെ ദിവസമായാലും വീഡിയോ ഒന്നും കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ അമ്മയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓട്ടവും തിരക്കും കാരണമാണ് കേട്ടോ. പുതിയ പാട്ടുകളൊന്നും ചെയ്തതും ഇല്ല. അപ്പൊ അതുകൊണ്ടായിരുന്നു ഇത്രയും ദിവസം ഞാനൊരു വീഡിയോ ഇടാൻ താമസിച്ചത്. അപ്പൊ ഇന്ന് അതിന് പറ്റിയ ഒരാളെ എനിക്ക് കൂട്ടിന് കിട്ടി. അപ്പൊ വിചാരിച്ചെന്നാ എന്റെ ചേച്ചിയോടൊപ്പം തന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ചേച്ചിയോടൊപ്പം വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അപ്പൊ എന്റെ സ്വന്തം ചേച്ചിയാണ്. എന്റെ ചേച്ചി ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചേച്ചി തന്നെ ചേച്ചിയെ പരിചയപ്പെടുത്തും. ഞാൻ സോണിയ മൽഹാർ. സിനിമകളുമായിട്ട് ഒരുപാട് വർഷത്തെ പരിചയവും സൗഹൃദവും. എനിക്കൊരു അനിയത്തിക്കുട്ടിയാണ്, അവൾക്ക് ഞാൻ ചേച്ചിയാണ്. ഞങ്ങള് കുറച്ചധികം തിരക്കുകളുള്ളതുകൊണ്ട് എപ്പോഴും മീറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എന്നാലും മനസ്സിലെപ്പോഴും സ്നേഹവും കരുണയും പരസ്പരം ഒരു ബന്ധവും സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ വീണ്ടും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഏറ്റവും ഇഷ്ടം മോളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, പാട്ടുകളോടുള്ള ഇഷ്ടം, അവള് ജീവിതത്തെ കാണുന്ന രീതികൾ, അതൊക്കെ നമ്മളെല്ലാ പെൺകുട്ടികളും മാതൃകയാക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും മിടുക്കിയാണ്. അവളെ പൊന്നുപോലെ നോക്കുന്ന ഒരു അമ്മയുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം മോളെ സംബന്ധിച്ച്. മോൾക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, കേൾക്കാം. അയ്യോ, അമ്മയെ പറ്റി മാത്രം പറഞ്ഞാൽ പോരാ കേട്ടോ. എന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഏട്ടൻ എനിക്കുണ്ട്. ഏട്ടൻ ഇത് കാണും. തീർച്ചയായിട്ടും. അവള് മാരീഡ് ആണ്. ഏട്ടനെ കണ്ടിട്ടുണ്ടല്ലോ. അതെ അതെ. ഇപ്പൊ ഹസ്ബൻഡ് ഗൾഫിലാണ്. അപ്പൊ അവിടെ ഇരുന്ന് എല്ലാ പ്രവാസികൾക്കും വേണ്ടിയിട്ടും കൂടെ തീർച്ചയായിട്ടും നമ്മൾ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. പിന്നെ ചേച്ചി സുഖാണോ? കണ്ടിട്ട് സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ നമ്മളുടെ പുതിയ വിശേഷം ട്രസ്റ്റ് വന്നിട്ട് ഡൽഹിയിലാണ്. അതിന്റെ പ്രവർത്തനങ്ങള് കുറച്ചധികം കാര്യങ്ങളായിട്ട് ഇങ്ങനെ യാത്രകളാണ്. പിന്നെ ചെറിയൊരു ജോലിയുണ്ട്, അതും ഡൽഹിയിലാണ്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകും. ഇപ്പൊ നാട്ടിൽ വന്നപ്പോ ഇങ്ങോട്ടൊന്ന് വന്നതാണ്. എന്നെ കാണാൻ വന്നപ്പോ കയ്യോടെ ഞാൻ പിടികൂടിയതാണ് കേട്ടോ. തീർച്ചയായിട്ടും മോളെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എനിക്കൊരു നല്ലൊരു പാട്ട് പാടിത്തരും. എനിക്ക് തമിഴ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. തമിഴ് കൾച്ചറും തമിഴ് പാട്ടും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? മോൾക്ക് എങ്ങനെയാണ്? തമിഴ് പാട്ടുകളോട് ഇഷ്ടമുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഒരു ഗായകരാകുമ്പോ അല്ലെങ്കിൽ സംഗീതം ആസ്വദിക്കുന്നവരാകുമ്പോ എല്ലാ മലയാളം ആയാലും തമിഴായാലും ഹിന്ദി ആയാലും ഏത് ഭാഷയിലുള്ള പാട്ടുകളായാലും നമ്മൾ ആസ്വദിക്കുന്ന കൂട്ടത്തിലാണ്. പ്രത്യേകിച്ചും എനിക്ക് തമിഴ് പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം എനിക്ക് തമിഴിൽ എനിക്ക് വിജയ് സാറിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഇപ്പൊ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹി കൂടിയാണ് എന്ന് അറിയാം. അപ്പം എനിക്ക് ഇപ്പൊ ചേച്ചിക്ക് എന്തായാലും അവിടെ ഒത്തിരി കോണ്ടാക്റ്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ പാടുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും വിജയ് സാറിനെ ഒന്ന് നേരിട്ട് പരിചയപ്പെടണം, നേരിട്ട് കാണണം എന്നൊക്കെ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. മാത്രമല്ല എൻ്റെ ഒരു ചെറിയൊരു മെസ്സേജായിട്ട്, ഒരു അഭിപ്രായമായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ അതായത് കാഴ്ചയില്ലാത്തവർ, വികലാംഗരുമായിട്ടുള്ള ഒത്തിരി ആൾക്കാർ തമിഴ്നാട്ടിലും ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും പദ്ധതികൾ അവർക്ക് വേണ്ടിയും പ്ലാൻ ചെയ്യണം. അവരെയും ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നത് എന്തും ചെയ്യണം എന്ന് വിജയ് സാറിനോട് റിക്വസ്റ്റ് ചെയ്യണം എന്നൊരു ചേച്ചിയോടാണ് ഞാനത് അഭ്യർത്ഥിക്കുന്നത്. ചേച്ചിക്കും സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ഞാൻ കേരള ബ്ലൈൻഡ് അസോസിയേഷന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ കാഴ്ച പരിമിതരായ ആളുകൾക്ക് വേണ്ടി തന്നെ ഞങ്ങളുടെ ജീവിതം മാറ്റിവെച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ കേരള ബ്ലൈൻഡ് അസോസിയേഷനിലൂടെ ചെയ്യുന്നുണ്ട്. അതുപോലെ തമിഴ്നാട്ടിലുള്ള സഹോദരങ്ങൾക്കും അവരുടെ കാഴ്ച പരിമിതരായ ആളുകളെ എല്ലാം ചേർത്തുകൊണ്ട് വലിയൊരു പദ്ധതി മനസ്സിലുണ്ട്. വിജയ് സാറിനെ കാണാനും ആ പദ്ധതിയിൽ സംസാരിക്കാനും ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. മോളുടെ അപേക്ഷ തീർച്ചയായിട്ടും വിജയ് സാറിന്റെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും. വളരെ സന്തോഷം. അപ്പൊ ഞാൻ ഇന്ന് ചേച്ചിക്ക് തമിഴ് പാട്ട് ചോദിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞത് വിജയ് സാർ അഭിനയിച്ച തുള്ളാതെ മനമും തുള്ളും. അത് ഇതുപോലെ കാഴ്ചയില്ലാത്തൊരു നായികയുടെ ഒരു കഥയാണ്. ഇപ്പൊ സാറ് ആ കുട്ടിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും നല്ല ഒരു ഹൃദയസ്പർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ ആ സിനിമയിലെ എന്നിസൈ പാടി വരും എന്നുള്ള ഗാനം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനമാണ്. അപ്പൊ ആ പാട്ട് ഞാൻ ചേച്ചിക്കും നമ്മുടെ പ്രിയ സുഹൃത്തുക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. എന്നിസை பாடி வரும் இளம் காற்றுக்கு உருவமில்லை, காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை, ஒரு கானம் வருகையில் உள்ளம் கொள்ளை போகதே, ஆனால் காற்றின் முகவரி கண்கள் அறிவதில்லையே,
இந்த வாழ்க்கையில் ஒரு தேடல் தான், அதை தேடி தேடி தேடும் மனது தொலைகிறதே. என் இசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை, காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை. கண்ணில்லை என்றாலோ நிறம் பார்க்க முடியாது, நிறம் பார்க்கும் உன் கண்ணை நீ பார்க்க முடியாது. குயிலிசை போதுமே, அட குயில் முகம் தேவையா? உணர்வுகள் போதுமே, அதன் உருவம் தேவையா? கண்ணில் காட்சி தோன்றிவிட்டால் கற்பனை தீண்டுவிடும், கண்ணில் தோன்றா காட்சியேதான் கற்பனை வளர்ந்துவிடும். அடப்பாடல் போல தேடல் கூட ஒரு சுகமே. என் இசை பாடி வரும் இளம் காற்றுக்கு உருவமில்லை, காற்றலை இல்லை என்றால் ஒரு பாட்டொலி கேட்பதில்லை. എന്താ ഒന്നും പറയാ. അടിപൊളിയായിരുന്നു, സൂപ്പർ. അത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു നല്ല പാട്ടാണ്. അത് മോള് പാടിയതിൽ ഒരുപാട് സന്തോഷം. ഇത് ഉറപ്പായിട്ടും വിജയ് സാറിന്റെ മുന്നിൽ എത്തിക്കും. മോൾക്ക് വിജയ് സാറിനെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ CM ആയതുകൊണ്ട് തന്നെ നിരവധി തിരക്കുകളിലാണ്. നമുക്ക് കാത്തിരിക്കാം. അത് മാത്രമല്ല, ഈ ഒരു പേഴ്സണൽ ആഗ്രഹം കൂടെ പറയാം. അതായത് എപ്പോഴെങ്കിലും തമിഴ്നാട്ടില് പോവാനുള്ള ഒരു അവസരം ഉണ്ടായാൽ എനിക്ക് നിറയെ കിലുക്കുള്ള ഒരു പാദസരം, അതായത് എനിക്ക് അങ്ങനത്തെ ഒരു പാദസരം ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ അതിനേക്കാൾ കുറെ കൂടെ നല്ലൊരു പാദസരം വാങ്ങിക്കണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം. അതാണ്, അത് തമിഴ്നാടിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ശരിക്കും നമ്മളവിടെ കിട്ടാത്ത ഒരുതരം പാദസരമുണ്ട്. അവിടുത്തെ സ്ത്രീകൾ യൂസ് ചെയ്യുന്ന, ഞാനും അത്തരം കൊലുസുകളുടെ ഒരു ആരാധികയാണ്. ഞാൻ ഇവിടെ പല ജുവലറിയിലും ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനത്തെ കൊലുസുകൾ ഇല്ല. അവരിടുന്ന കൊലുസുകൾ അതിന്റെ പ്രത്യേകിച്ചുള്ള ഒരു ആണി പോലത്തെ സാധനം ഉണ്ട്. അത് സൂപ്പറാണ്. അപ്പൊ ഈ ഒരു പാദസരം മോൾക്ക് കിട്ടാനും, അതുപോലെ തന്നെ നമുക്കൊരു തമിഴ്നാട് യാത്ര പോകുന്ന വഴിക്ക് നമുക്ക് അതൊക്കെ സംഘടിപ്പിച്ച് വിജയ് സാറിനെ കണ്ട് തിരിച്ചു വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. സന്തോഷല്ലേ? ഒത്തിരി സന്തോഷം. എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ചേച്ചിയെ വീണ്ടും കണ്ടുമുട്ടുന്നതാണ് ഇപ്പൊ ഞാൻ ആകെ ത്രില്ലടിച്ചിരിക്കുന്നത്. സന്തോഷം. മോളെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, ബൈ.